ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാർട്ടില് പേഴ്സണലി എൻ്റെ ഈ ജേർണി എങ്ങനെയായിരുന്നു, ഇവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതിന് ശേഷം ഈ 2 വർഷവും, ഈ കറക്റ്റ് 2 വർഷവും 2 മാസവും എങ്ങനെ ജോലി ഷിഫ്റ്റ് ഉണ്ടായത്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇന്റേൺഷിപ്പ് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തവരുണ്ട്. അവർ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് വേണ്ടത് നല്ലൊരു CV-യും കവറിംഗ് ലെറ്ററും തന്നെയാണ്. സോ നമ്മൾ എന്തൊക്കെ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാലും യൂറോപ്പിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുറേ പേരും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കുറേ സ്റ്റുഡൻസും ഫ്രണ്ട്സും ഒക്കെ എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ഇവിടെ വന്നതിന് ശേഷം ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ ഒരു ജോബ് കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, റെഫറൽ വേണോ, അല്ലെങ്കിൽ എനിക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടിയത്. ഒട്ടുമിക്ക പേരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കറക്റ്റ് 2 വർഷവും 2 മാസമായി. ഞാനൊരു MNC-യിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കറക്റ്റ് 1 വർഷമായി. അപ്പോൾ അതിനു മുമ്പുള്ള 1 വർഷം ഞാൻ സ്റ്റുഡൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ പാർട്ട് ടൈമും ജോബും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. ഞാൻ ഇതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് തന്നെ ആയിരിക്കും പലരും ഈ വീഡിയോയിലേക്ക് യൂട്യൂബിലേക്ക് വന്നത്. സോ ഇന്ന് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാർട്ടില് പേഴ്സണലി എൻ്റെ ഈ ജേർണി എങ്ങനെയായിരുന്നു, ഇവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതിന് ശേഷം ഈ 2 വർഷവും, ഈ കറക്റ്റ് 2 വർഷവും 2 മാസവും എങ്ങനെയായിരുന്നു, ഞാൻ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് പാർട്ട് ടൈം, അവിടെ നിന്ന് എങ്ങനെയാണ് ആ ഒരു ജോലി ഷിഫ്റ്റ് ഉണ്ടായത്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഇന്റേൺഷിപ്പ് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തവരുണ്ട്, അവർക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെ പറ്റി. മൂന്നാമത്തെ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് വേണ്ടത് നല്ലൊരു CV-യും കവറിംഗ് ലെറ്ററും തന്നെയാണ്. സോ നമ്മൾ എന്തൊക്കെ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാലും ആ ഒരു കാര്യത്തിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ, നല്ലൊരു CV പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു കവറിംഗ് ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റെസ്പോൺസും വരത്തില്ല. സോ അതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ടു മൈ വീഡിയോ. അത് 1 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ വന്നത് 2022 ഏപ്രിലാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രിക്കാണ് വന്നത്. സോ ഞാൻ വന്ന സമയത്ത് എന്റെ ഫസ്റ്റ് സെമസ്റ്റർ മൊത്തം ഓൺലൈൻ ആയിരുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ. സോ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞാനും എനിക്ക് ഓൾറെഡി അറിയുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പാർട്ട് ടൈം തപ്പി ഇറങ്ങാൻ തുടങ്ങിയത്. ഇവിടെ ഉള്ള ഒരുവിധം മാളും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് ഡയറക്ട്ലി ചെന്ന് ഈ റെസ്റ്റോറൻറ്റ്സ് ആയ മെക്ഡൊണാൾഡ്സും KFC, ബർഗർ കിങ് അങ്ങനെയുള്ളവർക്ക് ചെന്ന് വേക്കൻസി ഉണ്ടോ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു 2-2.5 മാസത്തെ സെർച്ചിങ്ങിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു പാർട്ട് ടൈം ജോലിക്ക് കയറുന്നത്. ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് കയറുന്നത് മെക്ഡൊണാൾഡ്സിലാണ്. സോ അതായിരുന്നു എന്റെ പോണ്ടി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ജോബ്. അപ്പൊ അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബർഗർ കിങ്. സോ ഞാൻ ഇവിടെ വന്നിട്ടുള്ള 2 വർഷത്തില് ആദ്യത്തെ 1 വർഷം ഞാൻ ചെയ്ത പാർട്ട് ടൈം ജോബും കാര്യങ്ങളും ഇതൊക്കെയാണ്. എന്റെ മാസ്റ്റേഴ്സിലായിരുന്നു ഞാൻ വന്നത്. അപ്പൊ 2 വർഷത്തെ കോഴ്സാണ്. അപ്പൊ ഞാൻ ഈ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തും എനിക്ക് പേഴ്സണലായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ 2 വർഷവും ഈ പാർട്ട് ടൈം ചെയ്ത് തന്നെ പോകണ്ട, ഒരു ഓഫീസ് ജോബ് എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് പേഴ്സണലി എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല, എനിക്ക് 0 വർക്ക് എക്സ്പീരിയൻസ് ആണ്. സോ ഇവിടെ വന്ന് എനിക്ക് as soon as അങ്ങനെ ഒരു ജോബിൽ കയറണം ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഈ പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. സോ അവരുടെ ഒരു ജേർണി ചോദിച്ച് മനസ്സിലാക്കാൻ, എങ്ങനെയാണ് ജോലിക്ക് കയറിയത്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറെ ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് ആദ്യത്തെ ഒരു ഐഡിയയും കാര്യങ്ങളും ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം കിട്ടിയത് ഞാൻ ഈ പാർട്ട് ടൈമിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സിനും കാര്യങ്ങൾ ഇത് തന്നെയാണ്. നമുക്കൊരു പാർട്ട് ടൈം ജോലി സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം നമ്മുടെ ക്ലാസ്സിനും പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഏർണിങ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാർ അതിലങ്ങ് സ്റ്റക്കായി പോകും. കാരണം കുറെ പേരൊക്കെ പഠിത്തം അവിടെ കൊണ്ടങ്ങ് നിർത്തിയിട്ട കൂടുതൽ ആ ജോലിയിൽ അങ്ങ് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ പാർട്ട് ടൈം ആയിട്ട് കിട്ടിയ ജോലിയിൽ തന്നെ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്. കുറെ പേര് അക്കാഡമിക്സ് തീരുന്നവരെയും ഈ പാർട്ട് ടൈം തന്നെ ചെയ്ത് അതിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനോ കാര്യങ്ങളൊക്കെ കണ്ടെത്തി പോകുന്നവരുണ്ട്. അങ്ങനെ കുറച്ച് പേര് അതിൽ തന്നെ സ്റ്റക്കായി പോകും. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞ് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ
നല്ലൊരു ഓഫീസ് ജോബ് കാര്യങ്ങളൊക്കെ കിട്ടിപ്പോകും. സോ അവരവിടെ സ്റ്റക്കായി പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ കണ്ടുവരുന്നുണ്ട്. മെജോറിറ്റി നാട്ടിൽ നിന്ന് വരുമ്പോൾ അതും പഠിക്കാനായിട്ട് വരുന്നവർ, സ്റ്റുഡൻസ് വരുന്നവർ എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ വന്നിട്ട് നല്ലൊരു എന്താണ് ഒരു ഹൈ പ്രൊഫൈൽ ജോബ് കിട്ടുക, നല്ലൊരു സാലറി ഉള്ള ജോബ് വാങ്ങുക, സെറ്റിൽ ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു ഏണിങ്സ്, നമുക്കൊരു ഇൻകം ഉണ്ടായി തുടങ്ങുമ്പോൾ നമ്മൾ അതൊക്കെ പതുക്കെ മറന്നു പോവുകയും നമ്മൾ ആ ഒരു കിട്ടുന്ന ആ ഒരു ജോലി തന്നെ സ്റ്റക്കായി അത് തന്നെ മതി എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരടുത്ത് പറയാനുള്ളത്, നമ്മളിവിടെ വന്നത് പഠിക്കാനാണ്. ഓക്കെ, പാർട്ട് ടൈം കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ഇവിടെ പാർട്ട് ടൈമിന് പോകാൻ പറ്റും. സോ പഠിക്കാൻ വന്നതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടുള്ളവര്, കാരണം എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന യൂറോപ്യൻ ഡിഗ്രിയാണ്. സോ അതിന്റെ ഒരു വാല്യൂ ഒന്ന് വേറെ തന്നെയാണ്. സോ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മളൊരു പാർട്ട് ടൈം ജോബിന് കയറി നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് കമ്പനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ പാർട്ട് ടൈമിന് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനി തന്നെ നമുക്ക് TRC ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്യൂ ചെയ്യും. അതായത് വർക്ക് പെർമിറ്റിലോട്ട് മാറാനുള്ളതെല്ലാം അവർ തന്നെ ചെയ്തു തരും. സോ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇവിടെ വന്ന് അങ്ങനെ ഒരു ജോലി കയറി അത് കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ പഠിത്തത്തിനെ പതുക്കെ അങ്ങ് മാറ്റുന്ന കുറെ ആൾക്കാരും ഉണ്ട്. സോ അങ്ങനെയൊന്നും കഴിവതും ചെയ്യാതിരിക്കുക. കഴിവതും നിങ്ങളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അപ്പോ ഇനി സെക്കൻഡ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ആ ഒരു പാർട്ട് ടൈം ഒക്കെ. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഈ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുന്നതിന് 3 മാസം മുമ്പ് തന്നെ, എനിക്ക് 3 അല്ല, ഒരു 2 മാസം മുമ്പ് എന്റെ പാർട്ട് ടൈം ജോലി അങ്ങ് നിർത്തി. ഞാൻ ആ ജോലി ചെയ്യുന്നത് നിർത്തിയിട്ട് 2 മാസം 2-3 മാസം കറക്റ്റ് ആയിട്ട് ഈ ഒരു ഇന്റേൺഷിപ്പ് കിട്ടണമെന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു ഇന്റേൺഷിപ്പ് കിട്ടുന്നത്. സോ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു ഇന്റേൺഷിപ്പ് എനിക്ക് എങ്ങനെയാണ് കിട്ടിയത്, ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇവിടെ ഒരു കരിയർ ഒരു ഇന്റേൺഷിപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോ ഞാൻ ഇതിനു വേണ്ടി ആ ഒരു സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇന്റേൺഷിപ്പിന് മാത്രമായിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് സ്വയമായിട്ട് ഒരു വിചാരം ഉണ്ടായിരുന്നു, എനിക്ക് വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേറൊരു പൊസിഷൻ അപ്ലൈ ചെയ്താൽ കിട്ടില്ല, ഇന്റേൺഷിപ്പ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്റേൺഷിപ്പിന് മാത്രമായിട്ടാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്പ് കിട്ടാൻ നല്ല ഈസിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ എയിം ചെയ്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സമ്മർ ഒക്കെ ആകുമ്പോൾ സമ്മർ ഇന്റേൺഷിപ്പ് ഒക്കെ ഒട്ടുമിക്ക ഒരുപാട് കമ്പനീസ് നമുക്ക് ഓഫർ ചെയ്യും. അതിൽ തന്നെ പെയ്ഡ് ആയിട്ടും അൺപെയ്ഡ് ആയിട്ടും വരുന്നതുണ്ട്. ഞാൻ ആദ്യമായിട്ട് കയറിയ ഒരു കമ്പനി എന്ന് പറയുന്നത് അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിരുന്നു. ഒരു 3 months അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ വർക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ല. സോ എനിക്ക് ആ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അൺപെയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു 3 months ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു 3 മാസം അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഇന്റേൺഷിപ്പിന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം ഞാൻ വിചാരിച്ചു എന്റെ അക്കാഡമിക്സ് തീർന്നിട്ടില്ലായിരുന്നു. സോ ഒരു സ്റ്റുഡന്റ് സ്റ്റാറ്റസിൽ നിൽക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് തന്നെ ചെയ്തു പോകാന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു എനിക്ക്. സോ ഞാൻ ആ 3 മാസത്തെ അൺപെയ്ഡ് ഇന്റേൺഷിപ്പിൽ ഇരുന്നപ്പോൾ തന്നെ വേറെ ഇന്റേൺഷിപ്പിനും ജൂനിയർ ലെവൽ ജോബിനും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് വീണ്ടും ഒരു ഇന്റേൺഷിപ്പിന് കയറി. അത് പെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് 6 മാസത്തെ ഇന്റേൺഷിപ്പ് ആയിരുന്നു. ആ കമ്പനി തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് 6 മാസത്തെ ഇന്റേൺഷിപ്പ്, അത് എനിക്ക് തോന്നുന്നു ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് മാർച്ച് ആയപ്പം എന്റെ 6 months ഇന്റേൺഷിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അതിനുശേഷം അവരെനിക്ക് പ്രൊമോഷൻ തന്നു, ജൂനിയർ അസോസിയേറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക്. ആ ഒരു പോസ്റ്റിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു കമ്പനിയിൽ 9 months ആയി. സോ ഇതുവരെയാണ് എന്റെ ഒരു പാർട്ട് ടൈം ശേഷമുള്ള എന്റെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് ഫിനാൻസിലാണ്. കാരണം പോളണ്ടില് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ഫീൽഡാണ് ഫിനാൻസും IT. സോ എനിക്ക് IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആവശ്യത്തോട് നോക്കിയിട്ടില്ല, അതാണ് സത്യം. പക്ഷെ ഫിനാൻസ് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഇന്റേൺഷിപ്പിനായിരുന്നു ഞാൻ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതും. എനിക്ക് കിട്ടിയിട്ടുള്ളതും ഞാൻ ചെയ്ത 2 ഇന്റേൺഷിപ്പും ഈ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. സോ എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇവിടെ എങ്ങനെയാണൊരു വർക്ക് കൾച്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്ലാസ്സും കാര്യങ്ങളൊന്നും അത് ബാധിച്ചിട്ടില്ല. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇന്റേൺഷിപ്പ് ടൈമിങ്ങും കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് ക്ലാസ്സിനെ അത് ബുദ്ധിമുട്ട്, എന്റെ ഒരു ക്ലാസ് കാര്യങ്ങളോ അറ്റൻഡൻസോ കാര്യങ്ങളോ ഒന്നും അത് ബാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു വർക്ക് കൾച്ചർ, എനിക്ക് അതൊക്കെ പുതുമയുള്ള കാര്യമാണ്. കാരണം മുമ്പ് വർക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതൊക്കെ എന്നെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെ ഒരു MNC ജോബ് കിട്ടുമ്പോൾ നമ്മുടെ ലാംഗ്വേജും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഒക്കെ നന്നായിട്ട് കുറച്ച് ബെറ്റർ ആവും, നല്ല രീതിയിൽ ബെറ്റർ ആവും. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും
ഉണ്ട്, ഒരു കമ്പനിയിൽ ഒരു ടീമിന്റെ ഭാഗമാകുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഭാഗമാകാൻ നമുക്ക് പറ്റും. അതിന് കയറി ഇന്റേൺഷിപ്പിന്റെ ആ ഒരു ഡ്യൂറേഷൻ ഇരുന്നപ്പോൾ തന്നെ ഞാൻ വേറെ ജോബിനും ഇന്റേൺഷിപ്പിനും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കിട്ടിയതാണ് രണ്ടാമത്തെ ഇന്റേൺഷിപ്പ്. രണ്ടാമത്തെ ഇന്റേൺഷിപ്പ് എന്ന് വെച്ചാൽ പെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് 6 മാസത്തെ ഇന്റേൺഷിപ്പ് ആയിരുന്നു. സോ ഇന്റേൺഷിപ്പ് പല ഡ്യൂറേഷനിൽ വരാം. ചിലത് 3 മാസമായിരിക്കാം, 6 മാസമായിരിക്കാം, ചിലത് 1 വർഷമായിരിക്കാം. അത് ഡിപ്പെൻസ് ആണ്. സോ എനിക്ക് ആദ്യം കിട്ടിയത് 3 മാസത്തിനും രണ്ടാമത് കിട്ടിയത് 6 മാസത്തെ ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് പെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിരുന്നു. അങ്ങനെ ഞാൻ അത് തീർന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക്, അത് തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അടുത്ത ഇന്റേൺഷിപ്പ് കിട്ടിയായിരുന്നു. അതിലോട്ട് കയറി. അതൊരു 6 മാസത്തെ ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം അവിടെ നിന്ന് തന്നെ ജോബ് ഓഫർ കിട്ടി. ആ ഒരു കമ്പനി തന്നെയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. സോ ഒരു ഇന്റേൺഷിപ്പ് കിട്ടി കയറി കഴിഞ്ഞാൽ നമ്മൾ നല്ല പെർഫോമർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ കമ്പനി നമുക്ക് ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ തരും. സോ ഇന്റേൺഷിപ്പ് എനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിരുന്നു. എന്റെ ഒരു കരിയർ ഈ ഒരു സ്റ്റേജിൽ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ അന്ന് ആ ഒരു അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ അത് അൺപെയ്ഡ് ആയതുകൊണ്ട് വേണ്ടാന്ന് കരുതി വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കത് കിട്ടണമെന്നില്ല. സോ നമ്മുടെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാത്തിനും അപ്ലൈ ചെയ്യുക. പെയ്ഡോ അൺപെയ്ഡോ എന്ന് നോക്കാതെ എല്ലാത്തിനും അപ്ലൈ ചെയ്യുക. കിട്ടുന്നത് ഏതാണോ അതിന് ജോയിൻ ചെയ്യുക. കാരണം അത് ഉറപ്പായിട്ടും ഇവിടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മുടെ CV-യിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയാൽ അത് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ജോബിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഒരു പ്രയോറിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇന്റേൺഷിപ്പ് അല്ലാതെ തന്നെ വന്നിട്ട് ഉടനെ തന്നെ ജൂനിയർ ലെവൽ പോസ്റ്റും മിഡ് സീനിയർ ലെവലും ഒക്കെ കയറിയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. കാരണം അവർക്ക് പലർക്കും നാട്ടിലെ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്തത് കൊണ്ട് എനിക്ക് ഇന്റേൺഷിപ്പ് ആയിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ. എനിക്കിപ്പോഴും എനിക്കത് നല്ല വിശ്വാസം ഉണ്ടാകുന്നു. അത് ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ജോലി കിട്ടിയതും അങ്ങനെ കാര്യങ്ങളൊക്കെ. സോ എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നല്ലൊരു ഇന്റേൺഷിപ്പിലൂടെ തന്നെ നിങ്ങളുടെ കരിയറിലൂടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ജൂനിയർ ലെവൽ പോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോബിലൂടെ തന്നെ ആ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. അതെല്ലാം നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ഡിപ്പെൻസ് ആണ്. ഇന്റേൺഷിപ്പ് ആണെങ്കിലും പാർട്ട് ടൈം ജോബ് ആയിരുന്നാലും കിട്ടുന്നത് ഒരു അപ്ലൈ ചെയ്യുക. എനിക്ക് കിട്ടിയിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ എല്ലാം സ്മൂത്ത് ആണ്. അതിനപ്പം നമുക്ക് കൂടുതലും എത്ര റിജക്ഷൻ വന്നാലും കാര്യങ്ങളൊക്കെ വന്നാലും വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള ഒരു ഒരു ഇതൊക്കെ തോന്നും. അപ്പം അങ്ങനെയുള്ള ഒരു മൈൻഡ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. തേർഡ് പാർട്ട്, CV. ഹൗ ടു പ്രിപ്പയർ എ CV. നമുക്കിനി എന്തൊക്കെ ക്വാളിഫിക്കേഷൻസും എന്തൊക്കെ പ്രയർ എക്സ്പീരിയൻസും ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ അയക്കുന്ന കമ്പനിയിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടണമെങ്കിൽ നമ്മുടെ CV ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മളെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ CV നോക്കിയാണ്. അല്ലാതെ അവർക്ക് പേഴ്സണലി ഒന്നും നമ്മളെ അറിയില്ലല്ലോ, നമുക്ക് എത്രത്തോളം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് എത്രത്തോളം എഡ്യൂക്കേഷൻ ഉണ്ട്, സ്കിൽസ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ. അപ്പൊ സോ നിങ്ങളുടെ CV നോക്കിയാണ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ CV പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരുപാട് ജോബിനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ വരുമ്പോഴൊക്കെ നമ്മൾ അതിന്റെ റീസൺ എന്താണെന്ന് സ്വയം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും, എന്താണെന്ന് ബാക്കിയുള്ളവരോട് അന്വേഷിക്കുകയും ചെയ്യും. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ റിജക്ഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എന്റെ സീനിയർ ആയിട്ട് പഠിക്കുന്നവരടുത്തും എന്റെ അടുത്ത ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന ഒരു കാര്യവും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ ഇപ്പൊ ഒട്ടുമിക്ക മെജോറിറ്റി ആയിട്ടുള്ള കമ്പനീസിലും ഈ ഒരു HR ഡയറക്റ്റായിട്ട് ഇരുന്നോ കാര്യങ്ങളോ ആയിട്ടൊന്നും അല്ല നമ്മുടെ നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷൻസ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അവരൊക്കെ ഒരു AI സഹായത്തോടെയോ ഒരു ബോട്ടിന്റെ സഹായത്തോടെയോ അഥവാ ATS ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നുള്ള ഒരു സംവിധാനം വഴിയാണ് നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷൻസ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലിങ്ക്ഡിനിൽ നിങ്ങൾ ഒരു ജോബ് നോക്കുകയാണ്, ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള ഒരു ജോബ് നോക്കുകയാണ്. അപ്പൊ ആ ഒരു ജോബ് പ്രൊഫൈൽ കണ്ടു കഴിയുമ്പോൾ റിക്വയർമെന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ആ റിക്വയർമെന്റ്സിൽ തന്നെ ഒട്ടുമിക്ക ജോലിയിലും പറഞ്ഞിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ നീഡഡ് പറഞ്ഞിരിക്കും. ഉദാഹരണം പറയാണ്, ഇപ്പൊ ലാംഗ്വേജ് C1 അല്ലെങ്കിൽ C2 എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടന്റ് നമ്മൾ അയക്കുന്ന ആ CV-യിലും നമ്മുടെ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് C1 C2 എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഒരു റിക്വയർമെന്റ്സുമായിട്ട് നമ്മുടെ CV പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ആ റിക്വയർമെന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ CV-യിൽ റിഫ്ലക്ട് ചെയ്യണം. അങ്ങനെ ഒരു 75 to 80% കീവേഡ്സ് കറക്റ്റ് ആയിട്ട് വരണം. കാരണം ഒരു AI വെരിഫൈ ചെയ്യുന്നതുകൊണ്ട് അവർ അങ്ങനെ ആ ഒരു പ്രോസസ്സ് അങ്ങനെയായിരിക്കും. കാരണം എന്തൊക്കെ റിക്വയർമെന്റ്സ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടോ അതൊക്കെ ഉള്ള ഏത് CV ആണ് അങ്ങനെയാണ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. സോ നിങ്ങൾക്കൊരു കോള് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ കീവേഡ്സിനെ പറ്റിയാണ്. കീവേഡ്സ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ജോബ് റിക്വയർമെന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അതൊക്കെ നമ്മുടെ സി വിയിലും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ കീവേഡ്സിനോട് ഉദ്ദേശിക്കുന്നത്. 75-80% നമ്മൾ ജോബ് റിക്വയർമെന്റ്സിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ തന്നെ നമ്മുടെ സി വിയിലും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ സി വി അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് പലർക്കും മടുപ്പാവുന്നതും അവർ വേണ്ട ഇത് ഗിവ് അപ്പ് ചെയ്യുന്ന വരുന്ന ഒരു പോയിന്റ് ആണത്. കാരണം ഓരോ പൊസിഷനും ഓരോ സി വി അയച്ചു മാറിക്കൊണ്ടിരിക്കും. കാരണം എങ്കിലേ ഒരു റെസ്പോൺസ് കിട്ടത്തുള്ളൂ. സോ പേഴ്സണലി ഞാൻ ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു ഒറ്റ സി വി തന്നെ ആയിരുന്നു ഞാൻ പല പൊസിഷനും അയച്ചുകൊണ്ടിരുന്നത്. ഇന്റേൺഷിപ്പിനും കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസും കാര്യങ്ങളൊന്നും വരാതിരുന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇത് ഇങ്ങനെയാണ്. ഇത് തിരുത്തി ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അപ്പോഴെനിക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു സി വി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ ചോദിക്കും ഏതൊരു ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. പേഴ്സണലി ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞു യൂറോപാസ് ചെയ്യണം, കുറച്ച് പേര് പറയും ക്യാൻവേ ചെയ്യണം. ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി. കുറച്ച് ജോലി കിട്ടിയവരടുത്ത് ചോദിച്ചപ്പോൾ അവർ വേറെ ഏതൊക്കെയോ ടെംപ്ലേറ്റ് ആണ് പറഞ്ഞത്. സോ പേഴ്സണലി ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വേർഡിലാണ് ഞാൻ സ്വയമായിട്ടൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയാണ് ഞാൻ എൻ്റെ സി വി ക്രിയേറ്റ് ചെയ്തത്. ആ സി വി വെച്ചിട്ട് തന്നെയാണ് എനിക്ക് 2 ജോലിയും 2 ഇന്റേൺഷിപ്പും ഈ ജോബും കാര്യങ്ങളൊക്കെ കിട്ടിയത്. സോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നവരടുത്ത് പറയാനുള്ളത്, നമ്മളിങ്ങനെ ഓരോരുത്തരത്ത് മാറി മാറി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഓരോ ഉത്തരമായിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് ഇങ്ങനെ കുറച്ച് ചോദിച്ച് ഒക്കെ മടുത്ത് വരുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. മിസ്റ്റേക്ക് നമ്മൾ ഈ സി വി പ്രിപ്പറേഷനിൽ വരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറലവന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സി വിയിൽ കുത്തിക്കയറ്റും. അതാണ് മെയിൻ ഒരു കാര്യം. കഴിവതും നമ്മുടെ സി വി ഷോർട്ട് ആൻഡ് സിമ്പിൾ, എന്തൊക്കെയാണോ ജോബ് റിക്വയർമെന്റ്സ് പറയുന്നത് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഒരു പേജിൽ, ഈ പ്രയർ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം 2 പേജിൽ തന്നെ സി വി ഒതുക്കുക. കുറെ പേർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ലൈക്ക് ഇന്ന സ്കൂളിലാണ് പഠിച്ചത്, ഇത്ര % മാർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആവശ്യമില്ല. നമ്മളൊരു ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് സ്കിൽസിൽ നിങ്ങൾ എന്തൊക്കെ അറിയാമോ അതൊക്കെ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ലൈക്ക് എക്സാമ്പിൾ എക്സൽ, വേർഡ്, പൈത്തൺ, C+, ഇതൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ സി വിക്ക് ഒരു റെസ്പോൺസ് കിട്ടാനുള്ള ചാൻസ് കൂടും. ജോബ് കിട്ടുമെന്നല്ല പറയുന്നത്, ഒരു റെസ്പോൺസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലും. അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സി വിയിൽ കുത്തിക്കയറ്റാനുള്ള ആ ഒരു പ്രവണത, അത് നമ്മൾ ആദ്യമായിട്ടൊരു സി വി ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്. അങ്ങനെയുള്ള പ്രവണതയും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാൻ ശ്രമിക്കാം. സി വി കളർഫുൾ ആയിട്ടൊക്കെ ഒരുപാട് പേര് പ്രസന്റ് ചെയ്യണ കണ്ടിട്ടുണ്ട്. പല കളറിൽ സി വിയിൽ അവിടെ ഇവിടെയൊക്കെ ഏതാണ്ടൊരു പെയിന്റിങ് പോലെ സി വി ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ജോബിനെ അവർ വിളിക്കുന്ന നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, നമ്മുടെ ആ ഒരു സി വിയിൽ ജോബ് റിക്വയർമെന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ്. അല്ലാതെ നമുക്ക് അവിടെ എത്രത്തോളം ആർട്ട് വർക്ക് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും ആരും നോക്കത്തില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളും മിസ്റ്റേക്കുകളും വരുത്താതിരിക്കുക. ഇപ്പൊ സി വി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വീഡിയോസും ഒക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനെ ഉള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു വീഡിയോ മാത്രം കണ്ടതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാം, നല്ലൊരു സി വി പ്രിപ്പയർ ചെയ്യാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമ്മൾ കുറെ വീഡിയോ ഒരേ കാര്യത്തിനെ പറ്റി തന്നെ കുറെ വീഡിയോ കാണുമ്പോൾ നമുക്ക് കുറെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓൺലൈൻ സി വി മേക്കേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആക്കുക. കാരണം അതൊക്കെ നമുക്ക് ഇപ്പം ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. സി വി പ്രിപ്പയർ ചെയ്യുന്നവര് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓൺലൈൻ സി വി ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ സെൽഫായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. എന്നിട്ടും ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളിലും വരുന്ന കാര്യങ്ങളൊക്കെ ഒരു റെഫറലായിട്ട് വെച്ചുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ശ്രമിക്കാൻ നമ്മുടെ സി വി കൂടുതലും കുറച്ചും കൂടെ നന്നാവും. സോ അങ്ങനെയുള്ള പുതിയ ടൂൾസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുക. ഈസിലി ആക്സസിബിൾ ആണ് ഈ കാര്യങ്ങളൊക്കെ. സോ ഒരുപാട് പഴയതായിട്ടുള്ള കാര്യങ്ങളിലോ ടെംപ്ലേറ്റിലോ സ്റ്റക്കായി നിൽക്കാതെ പുതിയ കാര്യങ്ങളിലോട്ട് വന്ന് നിങ്ങളുടെ സി വി കഴിവതും മോഡിഫൈ ആക്കുക. അതിലൊരു റെസ്പോൺസ് കിട്ടാവുന്ന രീതിയിൽ സി വി മോഡിഫൈ ചെയ്യേണ്ട ചുമതല നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്കൊരു റെസ്പോൺസ് കിട്ടണം, നിങ്ങളുടെ സി വിക്ക് ഒരു റെസ്പോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ സി വിയെ മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സി വി അട്രാക്റ്റീവ് ആക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാക്സിമം ഒരു 1 പേജിൽ നിങ്ങളുടെ സി വി കംപ്ലീറ്റ് ആക്കുക. അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ മാത്രം 2 പേജ്. അതിൽ കൂടുതൽ ഒരിക്കലും നിങ്ങളുടെ സി വി ലെങ്തി ആവാൻ പാടില്ല. പിന്നെ പറയേണ്ട വേറൊരു കാര്യം, നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ടോപ്പിൽ വരുന്ന രീതിയിൽ അത് പ്ലേസ് ചെയ്യുക. ആദ്യം നിങ്ങൾ
ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത എക്സ്പീരിയൻസ്, കാര്യങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെക്കുക. അതിനുശേഷം പിന്നെ ഉള്ളത് അങ്ങനെയുള്ളത് വെക്കുക. സ്റ്റഡീസിന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നിങ്ങളൊരു ഗ്രാജുവേറ്റ് കഴിഞ്ഞ ഒരാളാണ്, നിങ്ങൾ അവിടെ 10th-ന്റെയോ 12th-ന്റെയോ പഠിച്ച സ്കൂളിന്റെയോ കിട്ടിയ പെർസെന്റേജോ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഏതാണോ പഠിച്ചത്, മാസ്റ്റേഴ്സ് ഏതാണോ പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വെച്ചാൽ മതി. ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തവരാണെങ്കിൽ, ഇപ്പൊ എന്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് പറയാനുണ്ടായിരുന്നത് ആകെ ഞാൻ ആദ്യം കിട്ടിയ 3 മാസത്തെ ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് തന്നെയാണ് ഞാൻ ടോപ്പ് പ്രയോറിറ്റിയിലും ആ ഒരു ഹൈലൈറ്റ് ചെയ്തും വെച്ച ഒരു കാര്യം. എന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ വെച്ച കാര്യം ആ ഇന്റേൺഷിപ്പ് തന്നെയാണ്. പിന്നെ വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ഡിജിറ്റൽ സ്കിൽസ് ആണ്. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ സ്കിൽസ് ഏതൊരു ജോബിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യത്തിൽ അറിവുണ്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ വയ്ക്കുക. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വെക്കുക. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത്, നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ പൊതുവെ വെക്കുന്നത് നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ മെയിൽ ID, ഇത് രണ്ടിലായിരിക്കും മെയിൻ ആയിട്ട് നമ്മുടെ CV-ക്ക് ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ വരുന്നത്. സോ നമുക്ക് എപ്പോഴും ആക്സസ് ആയിട്ടുള്ള ഒരു മെയിൽ ID-യോ അല്ലെങ്കിൽ ഫോൺ നമ്പർ എപ്പോഴാണെങ്കിലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോൺ നമ്പറോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുക. അതൊക്കെ കഴിവതും എല്ലാവരും പല രീതിയിലും ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ CV-ക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എപ്പോഴും CV-യുടെ ടോപ്പ് പോർഷനിലാണ് വെക്കുന്നത് കുറച്ചുകൂടെ നല്ലത്. കാരണം എടുത്തു നോക്കുമ്പോൾ പെട്ടെന്നൊരു ആദ്യം വരുന്ന നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇന്റേൺഷിപ്പ് എയിം ചെയ്തിട്ടുള്ള ഒരു CV ആണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ഫീൽഡിലുള്ള ഇന്റേൺഷിപ്പ് ആണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഫീൽഡിൽ എന്തൊക്കെ ഡിജിറ്റൽ സ്കിൽസ് കാര്യങ്ങൾക്കാണ് ആവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ CV-യിൽ ഹൈലൈറ്റ് ചെയ്യുക. അതിപ്പോ ഒരു ഇന്റേൺഷിപ്പിന്റെ ജോബ് പ്രൊഫൈലിൽ തന്നെ കാണും എന്തൊക്കെ കാര്യങ്ങളും സ്കിൽസും ഉള്ള കാൻഡിഡേറ്റിനെയാണ് അവർ നോക്കുന്നതെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ CV-യിൽ ഹൈലൈറ്റ് ചെയ്യുക. നിങ്ങൾ സ്റ്റഡീസിന് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റഡി പെർസ്യൂ ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ സ്റ്റഡീസ് ഓൾറെഡി കഴിഞ്ഞോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. അതേസമയം നിങ്ങളൊരു ജോബാണ് നോക്കുന്നതെങ്കിൽ ആ ജോബ് പ്രൊഫൈൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ജോബ് പ്രൊഫൈലിൽ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ജോബ് പ്രൊഫൈലില് ആ ജോബ് പൊസിഷന് ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ സ്കിൽസ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അതുമായിട്ട് ആ ഏത് ഫീൽഡാണോ നിങ്ങൾ നോക്കുന്നത്. ഇപ്പൊ ഉദാഹരണം ഫിനാൻസിലുള്ള ഒരു ജോബാണ് നിങ്ങൾക്ക് നോക്കുന്നത്, നിങ്ങൾക്ക് ഫിനാൻസിൽ ഓൾറെഡി പ്രയർ എക്സ്പീരിയൻസ് കാര്യങ്ങളും ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം CV-യിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ. കഴിവതും ഒരു പേജിൽ തന്നെ നിങ്ങളുടെ CV ഒതുക്കാൻ ശ്രമിക്കുക. കാരണം പലർക്കും ഉള്ള ടെൻഡൻസിയാണ് CV ഉണ്ടാക്കി വരുമ്പോൾ 2-3 പേജുമായിട്ട് അങ്ങ് വിസ്തരിച്ച് ഉണ്ടാക്കുന്ന. അങ്ങനെ ചെയ്യരുത്. ആ ഒരു കാര്യത്തിനാണ് നിങ്ങൾ ഓൺലൈനായിട്ടുള്ള വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങൾക്കുള്ള ഹെൽപ്പൊക്കെ കാര്യങ്ങളും മോഡലും ടെംപ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടത്. കഴിവതും ഒരു പേജിൽ തന്നെ നിങ്ങളുടെ CV ഒതുക്കാൻ ശ്രമിക്കുക. ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ള ഒരു മിത്തെന്ന് വേണമെങ്കിൽ പറയാം, റെഫറൽ ഇല്ലെങ്കിൽ നമ്മളൊരു ജോബ് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു റെസ്പോൺസ് കിട്ടില്ല. ഈ റെഫറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ആൾക്ക് ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പൊസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ CV-യും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ അങ്ങോട്ട് റെഫർ ചെയ്യാം. സോ അതാണ് റെഫറൽ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരുടെ ഒരു വിചാരം ഇതില്ലെങ്കിൽ, ഇങ്ങനെ ഒരു നമ്മളെ റെഫർ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ നമുക്കൊരു റെസ്പോൺസ് കിട്ടില്ല എന്നാണ്. ഞാൻ റെഫറിൽ വെച്ച് അയച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അയച്ചിട്ടുണ്ട്. ഞാൻ റെഫറിൽ വെച്ചിട്ട് ഇന്റേൺഷിപ്പിനും ജോബ് പൊസിഷനായിരുന്നാലും കൊടുത്തിട്ടുണ്ട്. ചിലതിനൊക്കെ എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. എന്റെ കാര്യമാണ് പറഞ്ഞത്, ഇത് ബൈ പേഴ്സൺ ടു പേഴ്സൺ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് അത് പോയിട്ടില്ല. പിന്നെ റെഫറിൽ വെച്ചിട്ട് എനിക്ക് ഒരു റെസ്പോൺസും കിട്ടാത്ത കാര്യങ്ങളും ഉണ്ട്. അതേസമയം എന്റെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ, എന്റെ കൂടെ എന്റെ സെയിം ഇൻടേക്കിൽ വന്നവരുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അവരിൽ പലർക്കും ഇന്റേൺഷിപ്പിന്റെ ആ ഒരു കോള് കിട്ടിയതും ഇന്റർവ്യൂ വരെ എത്തിയതും അല്ലെങ്കിൽ ജോബ് പൊസിഷനിൽ വെച്ചിട്ട് റെഫറൽ വഴിയൊക്കെ ഒരു റെസ്പോൺസ് കിട്ടിയവരുണ്ട്. സോ അതുണ്ടെങ്കിലേ ഇത് കിട്ടത്തുള്ളൂ എന്നാരും വിചാരിച്ചിരിക്കേണ്ട. എനിക്ക് കിട്ടിയ 2 ഇന്റേൺഷിപ്പും ഇപ്പം ചെയ്യുന്ന ജോലി ആയിരുന്നാലും ആ 2 ഇന്റേൺഷിപ്പിന് റെഫറൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്യുവർലി എന്റെ ഒരു CV പ്രിപ്പറേഷനും എന്റെ ഇന്റർവ്യൂ പെർഫോമൻസും നല്ലതായിരുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ലതായിരുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ആ ജോലി ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടിയത്. സോ പിന്നെ നമ്മുടെ CV നമ്മൾ പ്രിപ്പയർ ചെയ്തത് കറക്റ്റ് വേയിലാണ്. കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ആദ്യം ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു ഫോൺ കോൾ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ CV ഓക്കെ ആണ്, നമുക്കൊരു റെസ്പോൺസ് കിട്ടി. സോ ആ ഒരു രീതിയിലേക്ക് ഇപ്പൊ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും എത്താൻ പറ്റട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റട്ടെ.
അപ്പൊ അതിന് കുറച്ചു പേർക്കെങ്കിലും ഞാൻ ഇപ്പൊ ഈ ചെയ്ത വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. സോ ഇനിയും ഇതേപോലെയുള്ള എന്തെങ്കിലും കാര്യം, കാരണം ഇത് ഒരുപാട് നാള് കുറെ ആൾക്കാർ പല രീതിയിൽ ചോദിച്ച കാര്യം ആയതുകൊണ്ടാണ് ഇത്ര ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഇരുന്നത്. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം, ഐ മീൻ എന്നെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോക്ക് എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഇനി അടുത്ത വരാൻ പോകുന്ന വീഡിയോ ഒരു CV കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ കൂടുതലും CV ഒക്കെ ഓക്കെ, നമുക്കൊരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ CVയിലോട്ട് ഇരിക്കരുത്. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തിനാണ്, ഇന്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ പെർഫോമൻസ് വെച്ചിട്ടാണ് ആ ഒരു അവര് തീരുമാനിക്കുന്നത്, നമ്മളെ ഓൺബോർഡ് ചെയ്യണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോ അതിനെങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയായിരിക്കും നെക്സ്റ്റ് വീഡിയോ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ ആൻഡ് ഡു ഫോളോ ദിസ് യൂട്യൂബ് ചാനൽ. ബൈ.